വസതിയിലേക്ക് കയറും. അതിന് മുന്നോടി പോലീസ് ഇരുവശങ്ങളിലും കനത്ത പോലീസ് സന്നാഹം തന്നെയുണ്ട്. ഒരു തരത്തിലും 24 കൂടി വെക്കണേ. ഒരു തരത്തിലും ഒരു അനിഷ്ട സംഭവത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മാനന്തവാടി CA ഒപ്പം തന്നെ ASP അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. DYSPമാരടങ്ങുന്ന സംഘമുണ്ട്. ഒപ്പം തന്നെ SP അടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുന്നതും ആ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം ഈ നിലയിലേക്കൊക്കെ മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് പൂർണ്ണമായും മിനിസ്റ്റർ ചർച്ചയ്ക്ക് തയ്യാറാണോ? കൂട്ടുവിളികളോട് കൂടിയാണ് മന്ത്രിക്ക് ഈ ഒരു സ്ഥലത്തേക്കുള്ള വഴിയൊരുക്കുന്നത്. വലിയ ആർപ്പുവിളികളോടുകൂടി രാധയുടെ വസതിയിലേക്ക് മന്ത്രിയെ നാട്ടുകാർ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിന്റെ കനത്ത സുരക്ഷാ സംവിധാനത്തിൽ മന്ത്രിയെ രാധയുടെ വസതിയിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ച കനത്ത പോലീസ് സന്നാഹം ആ മേഖലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറെ ഇപ്പോൾ വാതിൽ അടയ്ക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ഒരു തരത്തിലും അവിടെ മറ്റു തരത്തിലുള്ള അകത്തെ പൂർണ്ണമായും ഡോർ ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നും പോലീസ് പൂർണ്ണമായും ഡോർ ക്ലോസ് ചെയ്ത് മന്ത്രിയെ വീടിനകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് ഇത്രയധികം പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഒരുക്കിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൂടിക്കാഴ്ചയിലേക്ക്, അതായത് അച്ഛപ്പനുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. റൈറ്റ് സൈഡിലേക്ക് പോയ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഇവിടെ തമ്പടിക്കുകയും അത്രയധികം മനുഷ്യർ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തിട്ടും ആ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാതെ ആണ് ഇന്നത്തെ സംഭവവികാസങ്ങളിൽ. ഇപ്പോൾ നമുക്ക് ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. ഇന്നലെയാണ് ഈ വീട്ടിൽ രാധയുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുള്ളത്. ആ വീട്ടിലേക്ക് ഇപ്പോൾ മന്ത്രി എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അവരുമായി സംസാരിച്ച് അവർക്കുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിൽ അനുശോചനം അറിയിക്കുക, ഒപ്പം തന്നെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. എന്തായാലും മന്ത്രി ഇന്നിപ്പോൾ രാധയുടെ വസതിയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം അറിയിച്ച ആ ഒരു ഘട്ടം മുതൽ തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പ്രതിഷേധ സ്വരങ്ങൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു കയ്യാങ്കളിയിൽ ഒക്കെ പോകുന്നതും കണ്ടു. രണ്ട് കാര്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് രാഷ്ട്രീയ പ്രേരിതമായാണ് ഇവിടെ നടന്ന സമരങ്ങൾ എന്നുള്ളത് മന്ത്രി തിരുത്തണം. മറ്റൊന്ന് രാധ കടുവ ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് അത് വനത്തിനകത്ത് വെച്ചല്ല, മറിച്ച് തോട്ടത്തിൽ വെച്ചാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. തുടങ്ങിയ കാര്യങ്ങളാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ ആ ഒരു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. CPM ജില്ലാ സെക്രട്ടറി K റഫീഖ്, ഒപ്പം തന്നെ മുൻ MLA ആയിട്ടുള്ള CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രി AK ശശീന്ദ്രന് ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാധയുടെ ഭർത്താവ് അച്ചപ്പൻ കൂടി അവിടേക്ക് എത്തിയിരിക്കുന്നു. അവരുമായി രാധയുടെ ഭർത്താവ് അച്ചപ്പനെ നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുമായി കുടുംബവുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. രേഖകൾ, സർക്കാരിൻ്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിയുടെ കൈവശമുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ ഇനിയിപ്പോൾ ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുന്നതുമായി താൽക്കാലിക ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മന്ത്രി ഇന്നൊരു വ്യക്തത വരുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് ഒരു സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് പോകാം എന്നുള്ള ഘട്ടമെത്തിയപ്പോഴാണ് വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ സംഭവിക്കുന്നതും. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നടക്കം വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൂടിയാണ്. മാനന്തവാടിയിൽ നരഭോജിക്കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. വലിയ പ്രതിഷേധം രാധയുടെ വീടിനോട് അടുത്തെത്തിയപ്പോൾ തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മന്ത്രിയുടെ വാഹനം മുന്നോട്ട് കടത്തിവിടാത്ത തരത്തിലുള്ള, മന്ത്രി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാനാകാത്ത വിധം മന്ത്രിയുടെ വാഹനം തടഞ്ഞ് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിനെയൊക്കെ മറികടന്നിപ്പോൾ മന്ത്രി വലിയ പോലീസ് സുരക്ഷാ സന്നാഹത്തിൽ ഇപ്പോൾ മന്ത്രി രാധയുടെ വീട്ടിലെത്തി രാധയുടെ ഭർത്താവിനെ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കാണുകയാണ്, സംസാരിക്കുകയാണ്. 11 ലക്ഷം രൂപ ധനസഹായമാണ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ വനമന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. വനമന്ത്രി നാട്ടുകാരോട് ഉടൻ തന്നെ മാപ്പ് പറയണം, രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധമാണ് സ്ഥലത്തന്നുണ്ടായത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന അത് തിരുത്തണം, മന്ത്രി മാപ്പ് പറയണം. ഒപ്പം
എസ്റ്റേറ്റിലേക്ക് തിരികെ ജോലിക്കാർ പ്രവേശിക്കണമെന്ന ഉത്തരവും വന്നിരിക്കുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ആശങ്ക ഒഴിയാതെ കടുവയെ പിടികൂടാതെ എങ്ങനെയാണ് തൊഴിലാളികൾ ആ തോട്ടത്തിൽ പണിയെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മന്ത്രി ഉടൻ തന്നെ മാപ്പ് പറയണം, അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മന്ത്രിയെ പരിഹസിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും കൂക്കുവിളികളുമായിരുന്നു നാട്ടുകാർ ഉൾപ്പെടെ നടത്തിയിരുന്നത്. ഇപ്പോൾ എന്തായാലും വലിയ പോലീസ് സുരക്ഷയോടെ തന്നെ രാധയുടെ വീട്ടിലേക്ക് മന്ത്രി എത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. പിന്നീട് നാട്ടുകാരുമായി ചർച്ച നടത്തും. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഒക്കെ മറുപടി നൽകും എന്നുള്ള കാര്യം തന്നെയാണ് SP നാട്ടുകാരോട് മറുപടി പറഞ്ഞത്. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള ആ ഒരു പ്രതിഷേധത്തിൽ നിന്നും നാട്ടുകാർ പിൻവാങ്ങിയതും അത് നിയന്ത്രണ വിധേയമായതും പിന്നീട് മന്ത്രി രാധയുടെ വീട്ടിലേക്ക് കയറിയതും. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ് മന്ത്രി. എന്തായാലും രാധയുടെ കുടുംബത്തിന് ഉടൻ തന്നെ ബാക്കി ഉള്ള നഷ്ടപരിഹാര തുക കൈമാറാനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് സൂചന. 5 ലക്ഷം രൂപയാണ് പ്രാഥമികമായ ആദ്യഘട്ടത്തിൽ കുടുംബത്തിന് കൈമാറിയിരുന്നത്. മന്ത്രി രാധയുടെ വീടിനടുത്തെത്തിയപ്പോൾ മുതലുള്ള പ്രതിഷേധം, പോലീസും നാട്ടുകാരും തമ്മിൽ വലിയ വാക്കേറ്റവും അറസ്റ്റ് ചെയ്ത ബലം പ്രയോഗിച്ചുൾപ്പെടെ നാട്ടുകാരെ നീക്കുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു. വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ ജനരോഷം, മറുതലയ്ക്കൽ കടുവയ്ക്കായുള്ള, നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിലും വനം വകുപ്പിൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതിവേഗം തന്നെ പുരോഗമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് RRT സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ, ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ നരഭോജിയായ കടുവ ആക്രമണത്തിന് ഇരയാക്കി എന്നതും വളരെ ദൗർഭാഗ്യകരമായ വാർത്തയായിരുന്നു.